സ്വാമി ശരണമയ്യപ്പ. നമസ്തേ. വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളാണ് ശബരിമലയെക്കുറിച്ച് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്. സ്വാമി ശരണമയ്യപ്പ. നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മളുടെ ആര് ശബരിമലയ്ക്ക് പോയാലും, അപ്പോൾ നമ്മളുടെ ബന്ധുമിത്രാദികളോ ക്ഷേത്ര സംബന്ധമായിട്ട് പരിചയമുള്ളവരോ അല്ലെങ്കിൽ നമ്മളുടെ റിലേഷനിൽപ്പെട്ടവരോ ആര് ശബരിമലയ്ക്ക് പോയാലും, അച്ഛനോ മകനോ അല്ലെങ്കിൽ അമ്മയോ മകളോ ആര് പോയാലും നമ്മൾ മുദ്ര കൊടുത്തു വിടാറുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് എന്ന് ഇന്ന് പലരും ധരിക്കുന്നുണ്ട്, അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരണം വെറുതെയാണ്, അതിന് യാതൊരു അർത്ഥവുമില്ല. ശബരിമലയിലേക്ക് പോകാൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തവർ, വൈയായികയുള്ളവർ, ഇവരൊക്കെ ആഗ്രഹപ്രകാരം വ്രതമെടുത്ത് ശാസ്താവിൻ്റെ ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ ആചാരങ്ങൾക്ക് അനുസൃതമായിട്ട് വ്രതശുദ്ധിയോട് കൂടിയിട്ട് നെയ് നിറച്ച് ശാസ്താവിൻ്റെ മുദ്ര പതിപ്പിച്ച് ശബരിമലയിലേക്ക് മുദ്ര കൊടുത്തുവിടാം. ആ കൊടുക്കുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം? 41 ദിവസം വ്രതമെടുത്ത ആളായിരിക്കണം, ശ്രീധർമ്മശാസ്ത്രത്തിൽ വിശ്വാസമുള്ള ആളായിരിക്കണം, ഭക്തിയുള്ള ആളായിരിക്കണം. ഭക്തി എന്തിലാണ് വേണ്ടത്? ശാസ്ത്രത്തിലാണ് ഭക്തി ഉണ്ടാവേണ്ടത്. ഈ മണ്ണോടും ജലത്തോടുമാണ് ഭക്തി ഉണ്ടാവേണ്ടത്, അല്ലേ? ആ ശാസ്ത്രത്തിൽ, ശ്രീധർമ്മശാസ്ത്രത്തിൽ ഭക്തിയുള്ള, ആ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിഷ്ഠയുള്ള ഏതൊരു വ്യക്തിക്കും മുദ്ര നിറച്ച് ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിനെ അഭിഷേകം ചെയ്യാനുള്ള നെയ് കൊടുത്തുവിടാം. ഏതൊരു വ്യക്തിക്കും വ്രതശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ ഭക്തിയാൽ, ആ ശാസ്ത്രചിന്തയിൽ ഭക്തി ഉണ്ടെങ്കിൽ, ആ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നെയ്ത്തേങ്ങ കൊടുത്തുവിടാം. ഇത് ജ്ഞാനത്തിൻ്റെ മുദ്രയാണ്, അറിവിൻ്റെ മുദ്രയാണ് നെയ്ത്തേങ്ങ. ശാസ്ത്രത്തിൻ്റെ മുദ്രയാണ്, ജ്ഞാനത്തിൻ്റെ മുദ്രയാണ്. അല്ലാണ്ട് ആരുടെയും പാപത്തിൻ്റെ മുദ്രയല്ല, ആരുടെയും പാപഭാരം പേറിയല്ല നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. ഇരുമുടിക്കെട്ട് പാപത്തിൻ്റെ കെട്ടല്ല. പമ്പാ നദി പാപവാഹിനിയുമല്ല, പുണ്യവാഹിനിയാണ് പമ്പ. ശബരിമല ആർക്കും ശാപം തരുന്ന ഇടവുമല്ല. എന്താണ്? അറിവാണ് വരം. ആ വരം തരുന്ന ശരത്തെ അകറ്റുന്ന, ശസ്ത്രത്തെ അകറ്റുന്ന ശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്. അവിടെ ഏറ്റവും വലിയ മെഡിസിൻ നെയ്യാണ്. ആ നെയ്യാണ് നമ്മൾ അറിവിൽ, ജ്ഞാനത്തിൽ ഭദ്രമായി വിശ്വസിച്ച് മുദ്ര ചെയ്ത് കൊടുത്തയക്കുന്നത്. അപ്പോൾ അയലക്കത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അവർ ഭക്തരാണെങ്കിൽ, അവർ ആചാരമാനുഷ്ഠാനങ്ങളും അനുസരിച്ചാണ് ശബരിമലയിൽ പോകണമെങ്കിൽ നമ്മളുടെ ഒരു മുദ്രയും കൊടുത്തുവിടാം. അവിടെ അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് ശബരിമലയിൽ ഇത് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് അജ്ഞതയാണ്. ഏതൊരു വ്യക്തിയും വ്രതമെടുത്ത് ശാസ്താവിൻ്റെ മുദ്രയുള്ള മാല ധരിച്ചാൽ അയാൾ അയ്യപ്പനാണ്. ഏത് മതത്തിൽ വിശ്വസിച്ചാലും, ഏത് ജാതിയിൽ പിറന്നാലും, ഏത് ഗോത്രത്തിലുള്ള ആളായാലും, അച്ഛനായാലും മകനായാലും അമ്മയായാലും അയലക്കത്തുള്ള ആരുമായാലും, ആരാണ് അദ്ദേഹം? അദ്ദേഹം ശാസ്താവാണ്, അയ്യപ്പനാണ്, ആര്യനാണ്, ശ്രേഷ്ഠനാണ്. ഭക്തൻ ദൈവമായി മാറുകയാണ് അവിടെ. ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് അറിവും, അറിവുള്ളവനും അറിവിൽ വിലയം പ്രാപിക്കുന്നവനുമെല്ലാം ഒന്നായി മാറുന്ന ആ ഇടത്തേക്ക്, ആ ആചാരത്തിലും അനുഷ്ഠാനത്തിലും നൈഷ്ഠികമായിട്ട് വ്രതം നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ശബരിമലയിലേക്ക് മാലയിട്ട് ഇരുമുടിക്കെട്ടുമായിട്ട് എത്താം. അങ്ങനെയുള്ളവരുടെ ശിരസിലേറ്റാൻ നമുക്ക് നെയ്മുദ്ര നിറച്ചു കൊടുക്കുക. അപ്പോൾ അത് അവിടെ അയ്യപ്പൻ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ മണികണ്ഠൻ സ്വീകരിക്കില്ല, ശാസ്താവ് സ്വീകരിക്കില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ അജ്ഞതയാണ്. അജ്ഞതയുടെ പീഠമല്ല ശബരിമല, അജ്ഞതയുടെ ദേവതയുമല്ല ശബരിമലയിലിരിക്കുന്ന ശാസ്താവ്. അതെന്താണത്? ശബരിമലയിലിരിക്കുന്നത് ശാസ്ത്രമാണ്, അറിവാണ്. അവിടെ ഒരു തെറ്റും സംഭവിക്കില്ല. അവിടെ മതചിന്തകളില്ലാത്ത എന്താണ്? ജാതി ചിന്തകളില്ലാത്ത എന്താണ്? ദേശചിന്തകളില്ലാത്ത എന്താണ്? അതിനെല്ലാം അപ്പുറമാണ് അറിവ്. അറിവാണ് ദൈവം. ആ അറിവാകുന്ന ദൈവത്തിൽ നമ്മൾ വിലയം പ്രാപിക്കുവാനായിട്ട് ആ അറിവിൻ്റെ വ്രതം മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് പോകാൻ വയ്യാത്തവർ, സാഹചര്യങ്ങൾ അനുവദിക്കാത്തവർ, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തികമില്ലാത്തവർക്ക് ഒക്കെ ഭക്തി കൊണ്ട്, വ്രതം കൊണ്ട് നമുക്ക് മുദ്ര നിറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തുവിടാം. ശബരിമലയിലേക്കുള്ള വ്രതം എന്ന് പറഞ്ഞാൽ അത് ഉപാസനയാണ്, അത് നോമ്പാണ്. എന്താണ് വ്രതം? മനസ്സ്, ആത്മാവ്, ശരീരം എന്ന് പറയുന്നത് ത്രിഗുണങ്ങളുടെ വൈഭവമാണ്. ആ ത്രിഗുണങ്ങളും നമ്മളിലുണ്ട്. ആ ത്രിഗുണങ്ങളെ ത്രിദോഷത്തിലേക്ക് പോകാതെ എന്താ ചെയ്യുക?
ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ശുദ്ധമായിരിക്കണം. മനസ്സ്, വാക്ക്, പ്രവൃത്തി. വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? ആത്മശക്തിയാണ് വാക്ക്. പ്രവൃത്തിയോ ക്രിയാശക്തിയാണ്, അല്ലേ? അപ്പോൾ നമ്മളുടെ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നീ, അതായത് മനസ്സ് വൈഷ്ണവമാണ്, വാക്കോ ആത്മശക്തിയാണ്, ബ്രഹ്മശക്തിയാണ്. നമ്മളുടെ പ്രവൃത്തിയോ ശൈവശക്തിയാണ്, ശിവശക്തിയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്ന് പറയുന്ന ത്രിവിധ കരണങ്ങളെ കൊണ്ടുള്ള അനന്യപരമായിട്ടുള്ള സേവയോട് കൂടിയിട്ടുള്ള നിഷ്ഠയാണ് എന്ത്? വ്രതം. അപ്പം നമ്മളിൽ തന്നെയുള്ള ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനന്യപരമായിട്ടുള്ള സേവയോട് കൂടിയിട്ടുള്ള നിഷ്ഠയാണ് വ്രതം. ശ്രീധർമ്മശാസ്ത്രത്തെ വിശ്വസിക്കുന്ന, ശരത്തെ ഇല്ലാതാക്കുന്ന, ശരമെന്ന് പറഞ്ഞാലോ മരണകാരണമായിരിക്കുന്ന ആയുധം, ആ ശരത്തെ ഇല്ലാതാക്കുന്ന, ശസ്ത്രത്തെ ഏക്കുന്ന, ശസ്ത്രം എന്ന് പറഞ്ഞാലോ സമാധാനം, സ്വസ്തി, സ്വസ്തികം എന്ന് പറയുന്ന ചിഹ്നമൊക്കെ സമാധാനത്തിൻ്റെ ചിഹ്നമാണ്, അല്ലാതെ യുദ്ധത്തിൻ്റെ ചിഹ്നമല്ല സ്വസ്തികം. ആ സ്വസ്തിയെ ഏക്കുന്ന, ശസ്ത്രത്തെ ഏക്കുന്ന ശാസ്ത്രത്തിൻ്റെ മുദ്രയാണ് നമ്മൾ നിറച്ച് വിടുന്നത്. ശബരിമലയിലേക്ക് നമ്മൾ നിറയ്ക്കുന്ന ആ നെയ്മുദ്ര എന്താണ്? ആ ശാസ്ത്രത്തിൻ്റെ മുദ്രയാണ്. അത് ആരുടെയും പാപത്തിൻ്റെ മുദ്രയല്ല, ഇരുമുടിക്കെട്ട് പാപത്തിൻ്റെ തലച്ചുമടുമല്ല. എന്താണത്? അത് അറിവിൻ്റെ മുദ്രയാണ്. അറിവിനെയാണ് നമ്മൾ ശിരസിലേറ്റുന്നത്. അറിവാവണം, അറിവായി തന്നെയാണ് നമ്മൾ മാറുന്നത്. ശാസ്താവും അയ്യനും അയ്യപ്പനും എല്ലാം ഒന്നാവുകയാണ് അവിടെ, അല്ലേ? നമ്മളുടെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാതിരിക്കുക. മലകയറ്റം അതികഠിനം തന്നെയാണ്. സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിൽ, നമ്മളുടെ സാമ്പത്തികം നമ്മൾ ആ പോക്കിനെ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന ശാസ്താവിശ്വാസിയുടെ കയ്യിൽ, അയ്യപ്പൻ്റെ കയ്യിൽ അത് കൊടുത്തുവിടാം. അതിനെ യാതൊരു തെറ്റുമില്ല. നെയ്മുദ്ര എന്ന് പറഞ്ഞാൽ ആദ്യം അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, പാപത്തിൻ്റെ മുദ്രയില്ല, അറിവിൻ്റെ മുദ്രയാണ്. ഏതെങ്കിലും ആചാര്യൻ പറഞ്ഞു എന്നോർത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം ശബരിമല ശാസ്ത്രത്തിൻ്റെ പീഠമാണ്. അവിടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം അവിടെ ഒരു തെറ്റും സംഭവിക്കുകയില്ല. ഏതൊരു വ്യക്തിക്ക് ജ്ഞാനത്തിൻ്റെ മുദ്രയായിരിക്കുന്ന ആ നെയ്മുദ്ര കൊടുത്തുവിടാം. ആരായാലും, ആര് പോയാലും അവരാരാണ്? അയലക്കത്തുനിന്ന് പോയാലും അന്യദേശത്തുനിന്ന് പോയാലും എവിടുന്ന് പോയാലും അവരാരാണ്? അയലക്കംകാരാണോ? ആണോ? ഇല്ല, അവർ അയ്യപ്പനാണ്. എല്ലാം ഒന്നാണ്. നമ്മുടെ വീട്ടിലുള്ളവരും അയലക്കത്തുള്ളവരും ആ നാട്ടിലുള്ളവരും എല്ലാവരും എന്താണ്? മുദ്ര ധരിച്ചാൽ, മാലയിട്ടാൽ ഒന്നാണ്, അയ്യപ്പനാണ്. അപ്പോൾ അയലക്കംകാരുടെ തലയിൽ പാപത്തെ കെട്ടേറ്റി വിടുന്ന പരിപാടിയില്ല ശബരിമലയിലേക്കുള്ള വനയാത്ര എന്ന് അറിയുക. നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെല്ലാം ശാസ്ത്രത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്, അന്ധവിശ്വാസത്തിലല്ല. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം അർത്ഥങ്ങളുണ്ടാവണം, ശാസ്ത്രീയത ഉണ്ടാവണം. ഇല്ലെങ്കിലോ അത് അന്ധവിശ്വാസമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ. Program sponsored by Muzhika Road.